പുതുജാലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. 8:28 വന്ദേ ഭാരതിൻ്റെ സമയം. വണ്ടി കൃത്യസമയത്തെത്തി. 766 രൂപയാണ് എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്കുള്ള ചാർജ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ചെയർ കാറിലാണ്. ചെയർ കാർ കൂടാതെ എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നൊരു ഓപ്ഷൻ കൂടി വന്ദേ ഭാരതിലുണ്ട്. പതിവ് ട്രെയിൻ യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ബഹളവും കുലുക്കവും ഇല്ലാത്ത കംഫർട്ടബിളായ യാത്രയാണ് ഇതിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. മിനറൽ വാട്ടറും ന്യൂസ് പേപ്പറും കയറിയപ്പോൾ തന്നെ കിട്ടിയിരുന്നു. എന്തായാലും ഇത്തിരി നേരം കൂടെ കഴിഞ്ഞ് കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കവേ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലെ ആളുകൾ ഗ്ലാസ് ഡോർ തുറന്ന് കൂട്ടത്തോടെ ഓടിക്കയറി വന്നു. ഒപ്പം കമ്പാർട്ട്മെന്റിലാകെ പുകയും. അലാം മുഴങ്ങി യാത്രക്കാരും ബഹളം വെച്ചതോടെ വണ്ടി അടിയന്തരമായി നിർത്തി ലോക്കോ പൈലറ്റും മറ്റ് ജീവനക്കാരും C5 കോച്ചിലെത്തി. ഇതാണ് C5 കോച്ച്. പുകപടലങ്ങൾ വ്യക്തമായി കാണാം. വണ്ടി ഓഫ് ചെയ്തിരിക്കുന്നതിനാൽ ഡോറുകൾ തുറക്കാനാവില്ല. അത്ര വലിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടില്ലെങ്കിലും പ്രായമായ ചിലർ ബുദ്ധിമുട്ടുന്നതായി കണ്ടു. ഒട്ടനവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള വണ്ടിയായതിനാൽ ശുചിമുറിയിലെ ഫയർ എക്സ്റ്റിങ്വിഷറിൽ നിന്ന് തീപിടുത്തം തടയുന്ന നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും കലർന്ന ഫോമാണ് പുറത്തേക്ക് വന്നതെന്ന് ടെക്നീഷ്യന്മാർ വിശദീകരിച്ചു. ഏതാണ്ട് അരമണിക്കൂറിനകം ആലുവയിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. 3 അപ്പം, കടലക്കറി, ചട്നി, വട, കേസരി, ലോട്ടോ ചോക്കപ്പൈ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ കോഫി തയ്യാറാക്കാനുള്ള ചൂടുവെള്ളവും മിൽക്കും പഞ്ചസാരയും കോഫി പൗഡറും ജ്യൂസ് പാക്കറ്റും എത്തി. കാപ്പി കുടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ ഒന്ന് വിശ്രമിക്കുന്ന തിരക്കിലാണ് പാൻട്രിയിലെ ഫായ്. ഭക്ഷണം ചൂടാക്കുന്ന ഹോട്ട് കേസുകളാണ് ഈ കാണുന്നത്. ഇന്നത്തെ യാത്രക്കിടയിൽ വന്ദേ ഭാരതിന്റെ ഏറ്റവും കൂടിയ വേഗത ഇതാണ്. അങ്ങനെ കോഴിക്കോട്ടെത്തി. ഫ്ലൈ ഓവർ കയറിയിറങ്ങി ഇനി നേരെ പോകുന്നത് ആദ്യം മിഠായി തെരുവിലേക്കാണ്. എഴുത്തുകാരനും സഞ്ചാരിയും രാഷ്ട്രീയക്കാരനുമായിരുന്ന SK പൊറ്റക്കാടിന്റെ പ്രതിമയാണ്. ഒരു തെരുവിന്റെ കഥയെന്ന അദ്ദേഹത്തിന്റെ നോവൽ 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒരു ദേശത്തിന്റെ കഥയ്ക്ക് 1973 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠവും ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച വ്യക്തിയാണ് ശ്രീ SK പൊറ്റക്കാട്. കോഴിക്കോട് ജില്ലയിലെ പേരുകേട്ട തെരുവാണ് മിഠായി തെരുവ്. ഇവിടെ ഹൽവ കടകളും തുണിക്കടകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കോഴിക്കോടിലെ തന്നെ ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലമാണ് ഇവിടം. വളരെ പഴക്കമുള്ള ബേക്കറികളും കോഴിക്കോടൻ ഹൽവയും നേന്ത്രക്കായ ഉപ്പേരിയുടെ പേരിലും മിഠായി തെരുവ് പ്രസിദ്ധമാണ്. മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്നത് മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവാണ്. മിഠായി തെരുവിലെ പ്രധാന ഉപഭോക്താക്കൾ ഇവിടെ എത്തുന്ന ഓരോ കാഴ്ചക്കാരനുമാണെങ്കിൽ ജൂതത്തെരുവിലെ ഭൂരിപക്ഷം കടകളും വിദേശികളായ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. നാവിൽ കൊതിയൂറുന്ന ഒരു ഹൽവ ഷോപ്പാണ്. വിവിധ തട്ടുകളിലായി പല വർണ്ണങ്ങളിലും ചേരുവകളിലും വിലകളിലുമുള്ള ഹൽവകൾ.
എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് തൊട്ടു പിന്നിലായിട്ടാണ് മാനാഞ്ചിറ മൈതാനം. രാവിലെ 6 മണി മുതൽ 8:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മണി കഴിഞ്ഞും മൈതാനത്ത് ഫ്രീ ആയി പ്രവേശിക്കാം. മാനാഞ്ചിറ മൈതാനം ഫുട്ബോളിന് പ്രശസ്തമായിരുന്നു. നിരവധി ഫുട്ബോൾ ടൂർണമെന്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. മാനാഞ്ചിറ അയ്യപ്പൻ വിളക്കെന്ന മതപരമായ പ്രവർത്തനത്തിനും മാനാഞ്ചിറ പ്രസിദ്ധമായിരുന്നു. വേനൽ കടുത്തതോടെ മൈതാനത്തെ പുല്ലുകളെല്ലാം വാടിക്കരിഞ്ഞു പോയിരിക്കുന്നു. അകത്തേക്ക് കയറി വരുമ്പോൾ പാർക്കിനെ കുറിച്ചുള്ള ഒരു ബോർഡ് കാണാം. ഈ മൈതാനത്തിന്റെ ചുറ്റുവട്ടത്തിലുള്ള തണലുകളിൽ 100 കണക്കിന് പേർ വിശ്രമിക്കുന്നതും കുട്ടികൾ ഓടിപ്പാഞ്ഞ് കളിച്ചു നടക്കുന്നതും കാണണമെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ മാത്രം മതി. മൈതാനത്തോട് ചേർന്ന് നഗരമധ്യത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ഒരു കുളമാണ് മാനാഞ്ചിറ. പതിനാലാം നൂറ്റാണ്ടിലെ സാമൂതിരിയായിരുന്ന മനവിക്രമ രാജാവിന്റെ കുളിക്കാൻ നിർമ്മിച്ച ചിറയാണ് മാനഞ്ചിറ. ചിറയെന്നാൽ കുളമെന്നാണ് അർത്ഥം. മാനവിക്രമരാജന്റെ കുളം പിന്നീട് മാനഞ്ചിറയായി മാറി. മാനാഞ്ചിറയിൽ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇനിയത്തെ യാത്ര. 35 രൂപയാണ് ഓട്ടോ ചാർജ്. തേങ്ങയുടെ സംഭരണശാലയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ കെട്ടിടം വേറിട്ട കാഴ്ചയായി തോന്നി. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച്. അടുത്തിടെ നവീകരിച്ച ബീച്ചിൽ മനോഹരമായ ഇരിപ്പിടങ്ങളും ചെടികളും പുൽത്തകിടികളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ സൗകര്യമുള്ളതുകൊണ്ട് തന്നെ അസ്തമയം കാണാൻ ഇവിടെ എന്നും നല്ല തിരക്കാണ്. ചെറുകടകൾ ബീച്ചിലെ പ്രധാന ആകർഷണമാണ്. തണ്ണിമത്തനും പൈനാപ്പിളും ക്യാരറ്റും വെള്ളരിക്കയും നെല്ലിക്കയും എന്നു വേണ്ട ഒരുപാട് ഇനങ്ങൾ ഉപ്പിലിട്ട ചില്ലുപാത്രത്തിലുണ്ട്.
ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയോടടുത്തിരിക്കുന്നു. ബീച്ചിലെ യഥാർത്ഥ തിരക്കും അസ്തമയ സൗന്ദര്യവും ഒരേപോലെ ആസ്വദിക്കണമെങ്കിൽ റോഡരികിലെ ചെറുകടകൾക്ക് പിന്നിലത്തെ മതിലിലിരുന്ന് കടലിനെ നോക്കി ഒരു ചായ കുടിച്ചങ്ങനെ ഇരിക്കണം. പൊരിച്ച കല്ലുമ്മക്കായാണ് കോഴിക്കോടിന്റെ തനത് വിഭവം. കോളിഫ്ലവറും പഴംപൊരിയും സമോസയും, അങ്ങനെ ഒരുപാട് രുചി വൈവിധ്യങ്ങൾ. ഒപ്പം മനോഹരമായ കാഴ്ചകളും. കോഴിക്കോടിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.